നിയമസഭയിലേക്ക് പോകും. എന്തെങ്കിലും പറയാനുണ്ടോ? 18 ദിവസമായി ജയിൽവാസം. എന്തെങ്കിലും പറയാനുണ്ടോ? കുടിക്കാണോ? രാഹുൽ എന്തെങ്കിലും ട്രാപ്പാണോ? കുടിക്കാണോ രാഹുലെ? എന്തെങ്കിലും പറയാനുണ്ടോ? വണ്ടി എടുത്തു. കോടതിയുടെ കടുത്ത വിമർശനങ്ങളും നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും പരാതിയുടെ നിയമസാധുത പോലും നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള കോടതി നടത്തിയിരിക്കുന്ന ചില ഉത്തരവുകളിൽ വന്നിരിക്കുന്ന ചില നിരീക്ഷണങ്ങൾ, ആ നിരീക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ യാതൊരു ദയവുമില്ലാതെ ഏതോ ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുകയും ചെയ്ത വേശ്യാമാധ്യമങ്ങൾ, കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനിയുള്ള കാലം എന്നുള്ളതാണ്. ആ വേശ്യാമാധ്യമങ്ങൾ രാഹുലിനോട് ചോദിക്കുക, എന്താ ചോദിക്കുന്നത്? രാഹുലെ ട്രാപ്പാണോ? രാഹുലെ കുടുക്കിയതാണോ? 18 ദിവസമല്ലേ ജയിലിൽ കിടന്നത്? എന്താണ് പറയാനുള്ളത്? രാഹുലെ നാളെ നിയമസഭയിലേക്ക് പോകുമോ? എന്തെങ്കിലും ഒന്ന് പറയോ രാഹുലെ? എന്തെങ്കിലും ഒന്ന് പറയോ? ഈ വേശ്യ മാധ്യമങ്ങളുടെ കൂട്ടിക്കൊടുപ്പുകാരുടെ, രാഹുൽ മാങ്കൂട്ടത്തിലെ പിച്ചു ചീന്താൻ മുന്നിൽ നിന്ന ആളുകൾ, രാഹുലിനെ ക്രൂരനാക്കാൻ മുന്നിൽ നിന്ന ആളുകൾ, രാഹുലിന് വേണ്ടി ചാർട്ട് തയ്യാറാക്കി പുറത്തു വിട്ട ആളുകൾ, രാഹുലിനെ ലൈംഗിക ആളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടത്തിയ ആളുകൾ, ആ ആളുകൾ ചോദിക്കുക, എന്തെങ്കിലും ഒന്ന് പറയോ? മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് ആ കോലും രാഹുലിൻ്റെ കാലിനിടയിലേക്ക് കയറ്റിക്കൊണ്ട് ഈ വേശ്യാ മാധ്യമങ്ങൾ നടത്തുന്ന ഈ കൂട്ടിക്കൊടുപ്പ് രാഷ്ട്രീയം. രാഹുൽ എന്താണെങ്കിലും ഇന്നലെ ഒരു വാക്ക് മിണ്ടിയില്ല. നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ടായ ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറത്തു വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം അല്ലേ? ആ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഈ പറയുന്ന പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതി നടത്തിയ പല നിരീക്ഷണങ്ങളും ഇതിൻ്റെ വലിയ ഈ പറയുന്ന പരാതി അക്ഷരാർത്ഥത്തിൽ ഗൂഢാലോചനയാണ് എന്ന് തെളിയിക്കുന്നതിന് നമുക്ക് മുന്നിൽ മറ്റു വഴികൾ ആവശ്യമില്ല എന്നുള്ളതാ അല്ലേ? കോടതി ഇന്നലെ നിരീക്ഷിച്ച നിരീക്ഷണങ്ങൾ ഓരോന്നും നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ആദ്യം നമ്മൾ നിരീക്ഷിക്കേണ്ടത്, കാണേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ കാര്യം കോടതി പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് പറഞ്ഞത്? അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ബലാത്സംഗമല്ല, പീഡനമല്ല, നിയമസാധുതയില്ല, നിയമത്തിൻ്റെ മുന്നിൽ നിലനിൽക്കില്ല ഈ പരാതി എന്നുള്ള കോടതിയുടെ നിരീക്ഷണമാണ്. കോടതി അത് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ? പരാതിക്കാരിയുടെ അവിഹിതങ്ങൾ തന്നെയാ അല്ലേ? രാഹുൽ മാങ്കൂട്ടവുമായി വഴിവിട്ട ബന്ധമായിരുന്നു. കാരണം വിവാഹിതയാണ്. വിവാഹമോചനത്തിന് നോട്ടീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടില്ല. വിവാഹിതയാണ്. ആ വിവാഹിത രാഹുൽ മാങ്കൂട്ടത്തുമായി നടത്തിയത് അവിഹിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കോടതി ചോദിച്ചൊരു മറു ചോദ്യമുണ്ട്. എന്താണ്? വിവാഹിതയായി നിൽക്കുന്ന വ്യക്തിയോട് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് വിവാഹ വാഗ്ദാനം നൽകാൻ കഴിയും? ഓൾറെഡി ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഞാൻ വിവാഹം ചെയ്യാം എന്നെങ്ങനെ പറയാൻ കഴിയും? അത് നിയമസാധുതയുള്ളതല്ല. അപ്പോൾ അവിഹിതമാണ് എന്ന് കോടതി തന്നെ പറയുന്നു. ഈ അവിഹിതത്തിന് എല്ലാ അർത്ഥത്തിലും കിടന്നു കൊടുക്കുകയായിരുന്നു സമ്മതത്തോടു കൂടി എന്നും കോടതി പറയുന്നു അല്ലേ? അത് കഴിഞ്ഞും
ഈ ആദ്യ കൂടിക്കാഴ്ച പീഡനമാണെന്ന് പറഞ്ഞ പരാതിക്കാരി അത് കഴിഞ്ഞും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വശീകരിച്ച് കൊണ്ടു നടക്കുകയായിരുന്നു. പണം കൊടുത്തും ഗിഫ്റ്റുകൾ കൊടുത്തും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വാധീനിക്കുകയായിരുന്നു. രാഹുലിനെ തനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി രാഹുലിനെ തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടതൊക്കെ പ്രയത്നങ്ങൾ നടത്തി അല്ലേ. വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ കൊടുത്തു, അയാൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഗിഫ്റ്റുകൾ, പണം, സഹായങ്ങൾ, വിദേശയാത്രക്ക് കൊണ്ടുപോയി, അവിടെ കൂടെ കിടന്നു. ഇതൊക്കെ നടത്തിയ ആൾ പറയാണ് ആദ്യ കൂടിക്കാഴ്ച ബലാത്സംഗമാണ് എന്ന്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. പിന്നെ ഈ പറയുന്ന കാലതാമസം, 21 മാസം കാലതാമസം. അപ്പോൾ ഈ പരാതിക്കാരി കൊടുത്ത വ്യാജ പരാതിയിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുകൾ, ആ ആളുകൾ ചോദിക്കുക, രാഹുലെ ട്രാപ്പാണോ, കുടുക്കിയതാണോ, 18 ദിവസം ജയിലിലായിരുന്നില്ലേ, ഒന്നും പറയാനില്ലേ, എന്തെങ്കിലും ഒന്ന് പറയൂ, നാളെ നിയമസഭയിലേക്ക് പോകുമോ? ഇവരോട് ഇതൊക്കെ പറയേണ്ട എന്താ കാര്യമുള്ളത്? ഇവരോട് പറയാമായിരുന്നു. എപ്പോ? ഇവർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗം എവിടെയെങ്കിലും പ്രതിപാദിച്ചിരുന്നെങ്കിൽ. ഒരിടത്തും പറഞ്ഞില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗം ഒരിടത്തും പറഞ്ഞു. പരാതിക്കാരി വ്യാജ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ആവോളം വേണ്ടുവോളം പൊടിപ്പും തുങ്ങലും വെച്ച് പൈങ്കിളി കഥകളാക്കി മാറ്റി, ക്രൂരതയാക്കി മാറ്റി, ഈ പറയുന്ന വേശ്യാ മാധ്യമങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് രാഹുലിനെ കീറി മുറിക്കുകയായിരുന്നു ഈ വേശ്യാ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് അവർ ചോദിക്കുക, രാഹുലെ ട്രാപ്പായിരുന്നോ, രാഹുലെ കുടുക്കിയതാണോ, രാഹുലെ 18 ദിവസം ജയിലിൽ കിടന്നില്ലേ, എന്തെങ്കിലും ഒന്ന് പറയൂ രാഹുലെ. വേണ്ടടോ വേശ്യാ മാധ്യമങ്ങളെ, കൂട്ടിക്കൊടുപ്പുകാരെ, നിങ്ങളുടെ മുന്നിൽ അല്ല രാഹുലിന് പറയാനുള്ളത്. അയാൾക്ക് പറയാനുള്ളത് അയാൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി വരാനുള്ളതൊന്നും നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തു വെച്ചോളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വരാനുള്ളത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇനിയും എടോ വിജയ എന്ന് വിജയന്റെ മുഖത്ത് നോക്കി പറയാൻ രാഹുൽ ഉണ്ടാകും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ. ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അയാളെ തുടച്ചു നീക്കണമെന്നായിരുന്നില്ലേ വേശ്യാ മാധ്യമങ്ങളുടെ അജണ്ടകൾ തന്നെ? ആ അജണ്ടകൾക്ക് വേണ്ടിയായിരുന്നില്ലേ പ്രവർത്തിച്ചത് അത്രയും? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. വേശ്യാ മാധ്യമങ്ങളെ, നിങ്ങൾ പടച്ചു വിട്ട തലക്കെട്ടുകൾ, നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റോറികൾ, നിങ്ങൾ ഉണ്ടാക്കിയ ക്രൂരതകൾ, നിങ്ങൾ ഉണ്ടാക്കിയ ലൈംഗിക വൈകൃതങ്ങൾ, ഇതൊക്കെ എന്തേ കോടതിക്ക് അംഗീകരിക്കാൻ കഴിയാതെ പോയത്? കോടതിയിലെത്തിയപ്പോൾ ഇതൊക്കെ പൊട്ടിത്തകർന്നു പോയത് എന്തുകൊണ്ടാ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ നടത്തിയത് അജണ്ടകൾ നിശ്ചയിച്ചുള്ള നിങ്ങളുടെ ക്രൂരമായ വേട്ടയാടലുകളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാവുന്നില്ലേ? ഇല്ലേ? കാരണം കോടതി ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്നലെ ഈ ജാമ്യം നൽകുമ്പോൾ പരാതികൾ അത്രയും തള്ളിയെന്ന് മാത്രമല്ല, പരാതികൾ തള്ളുമെന്നുറപ്പുള്ളത് കൊണ്ട് പ്രോസിക്യൂഷൻ മറ്റൊരു വാദം കൂടി വെച്ചിരുന്നു. എന്താണ്? രാഹുൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയെ ആക്രമിക്കും, തെളിവ് നശിപ്പിക്കും, പരാതിക്കാരിയെ സ്വാധീനിക്കും, ഈ പറയുന്ന അന്വേഷണത്തെ മരവിപ്പിക്കും, ഈ കാര്യങ്ങളൊക്കെ. അതിന് കോടതി തിരിച്ച് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. വിദേശത്തുള്ള ഈ പറയുന്ന പരാതിക്കാരിയെ എങ്ങനെയാണ് രാഹുൽ സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് തെളിവ് നശിപ്പിക്കുന്നത്, എങ്ങനെയാണ് ആക്രമിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചു. പിന്നെ അതിനപ്പുറം കോടതി മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെ പറയുന്നുണ്ട്? പരാതി നിലനിൽക്കില്ലെന്ന് പറയുന്നുണ്ട്. ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് നശിപ്പിക്കുമെന്ന് പറഞ്ഞതിനെ കോടതി അംഗീകരിച്ചില്ല. മാത്രമല്ല, രാഹുലിൻ്റെ അറസ്റ്റ് പോലും നിയമ നടപടിക്രമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണെന്ന് കോടതി പറയുന്നുണ്ട്. പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പരാതിക്കാരി തന്ന പരാതിയിന്മേൽ നിയമ നടപടി ഉണ്ടായില്ല, നിയമ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളത് കോടതി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്നാമത്തെ പരാതിയും ആ പരാതിയിന്മേൽ എടുത്ത നടപടികളും, രാഹുലിനെ കസ്റ്റഡിയിലെടുത്തതും രാഹുലിനെ അറസ്റ്റ് ചെയ്തതും എല്ലാം കോടതി തള്ളുക. മാത്രവുമല്ല, ഈ നിയമവിരുദ്ധമായി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിട്ട് ജാമ്യം നൽകരുത് എന്ന് പറയാൻ മുന്നോട്ട് വെച്ച കാരണങ്ങൾ അത്രയും കോടതി തള്ളുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നോട്ടത്തിൽ ഈ പരാതിയും ഈ പരാതിയിന്മേലുണ്ടായ എല്ലാ പേക്കൂത്തുകളും തെമ്മാടിത്തരങ്ങളും നെറികേടുകളും കോടതി അടപടലം മൂഞ്ചിച്ചില്ലേ?
എന്താ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഈ ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുത്ത തലക്കെട്ടുകൾ, വേശ്യാമാധ്യമങ്ങൾ നൽകിയ സ്റ്റോറികൾ, വേശ്യാമാധ്യമങ്ങൾ നടത്തിയ ചർച്ചകൾ, ഈ ചർച്ചകളെയും തലക്കെട്ടുകളെയും ഒക്കെ തള്ളിക്കൊണ്ടല്ലേ കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങളെ മാറ്റി പറയാൻ എന്തേ കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല? എന്തേ തയ്യാറാവുന്നില്ല? അപ്പോൾ അജണ്ടകൾ നിശ്ചയിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ അജണ്ടകൾ നിശ്ചയിച്ച് രാഹുലിനെ വെട്ടിക്കീറി മുറിച്ച് പച്ചയിറച്ചി കൊത്തിത്തിന്ന വേശ്യാമാധ്യമങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. രാഹുലെ ട്രാപ്പാണോ? രാഹുലെ കുടുക്കിയതാണോ? രാഹുലെ 18 ദിവസം ജയിലിൽ കിടന്നില്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെയൊക്കെ വീട്ടിലിരിക്കുന്നവരോട് പോയി ചോദിക്കടാ വേശ്യാമാധ്യമങ്ങളെ, കൂട്ടിക്കൊടുപ്പുകാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ? രാഹുലിന് പറയാനുള്ളത് രാഹുൽ പറയും. അത് രാഹുൽ പറയുക തന്നെ ചെയ്യും. കാരണം അത് രാഹുലാണ്. അത് രാഹുലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാളത് പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നിങ്ങളുടെ അച്ചാരമോ ഔദാര്യമോ ഓശാരമോ ഒന്നും തന്നെ ആവശ്യമില്ല. അയാൾക്കത് പറയാനുള്ളതും പറയാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴികളും അയാൾക്ക് നന്നായിട്ട് ബോധ്യമുള്ള, അതിനെക്കുറിച്ച് അറിവുള്ള വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? വേശ്യാമാധ്യമങ്ങൾ കോലും എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു രാഹുലിൻ്റെ കാലിനിടയിലേക്ക് കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ട്. രാഹുലെ ട്രാപ്പാണോ? രാഹുലെ കുടുക്കിയതാണോ? ആരാണ് ഇതൊക്കെ ചെയ്തത്? ഈ കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ നടത്തിയ മാധ്യമ വിചാരണയല്ലേ രാഹുലിനെ ഇങ്ങനെ ഒരു സ്ഥിതിക്ക് വിശേഷം ഉണ്ടാക്കിയത്? എന്നിട്ട് അതിൽ ഒരു തെല്ലും നാണമില്ലാതെ, പശ്ചാത്താപമില്ലാതെ വീണ്ടും കുത്തിത്തിരിപ്പുമായി കോലുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു രാഹുലിൻ്റെ കാലിൻ്റെ ഇടയിലേക്ക്.